ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സത്യസായി ബാബായ നമഃ. നമ്മളുടെ ഭഗവത്ഗീതയുടെ 94-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ഗീതായജ്ഞം ഭഗവാൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോണു, അവസാനം വരെ എത്തിക്കിട്ടിയാൽ മതി. അപ്പൊ നമ്മള് ഭക്തിയോഗം എന്നൊരു മനോഹര യോഗമാണത്. അതില് 17-ാമത്തെ ശ്ലോകം, 13 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എനിക്ക് ആരെയാണ് ഇഷ്ടം, ആരാണ് എൻ്റെ ഭക്തൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിലെ 17-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഭഗവാന്റെ ഇഷ്ടക്കാരാവണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. 17-ാമത്തെ ശ്ലോകം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യഃ സമേ പ്രിയഃ. ഇങ്ങനെയുള്ളവനാണ് ഭക്തനും എൻ്റെ പ്രിയനും. എങ്ങനെയുള്ളവൻ? ആരാണോ ന ഹൃഷ്യതി, ലൗകികങ്ങളായ ഇഷ്ടങ്ങൾ വരുമ്പോൾ വിശേഷിച്ച് പ്രത്യേകമായിട്ട് സന്തോഷമൊന്നും പ്രകടിപ്പിക്കാത്തത്. അതുപോലെ ന ദ്വേഷ്ടി, അനിഷ്ടമായ സംഭവങ്ങൾ വരുമ്പോൾ വെറുപ്പ് കാണിക്കാതിരിക്കുന്നത്. ന ശോചതി, ആപത്തിൽ ദുഃഖിക്കാതിരിക്കുന്നത്. ന കാംക്ഷതി, ഒന്നും ആഗ്രഹിക്കാതിരിക്കുന്നത്. ശുഭ അശുഭ പരിത്യാഗി, ശുഭത്തെയും അശുഭത്തെയും പരിത്യജിച്ച ആളാണ്. കാരണം പിന്നെ അത് രണ്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു, രണ്ടിനെയും സാക്ഷിയായിട്ട് നിൽക്കും. അതാണ് ഭക്തിമാൻ. അതുപോലെ എന്നെ മാത്രം എവിടെയും കണ്ട് ഭജിക്കുന്നത് ആരാണോ, അതായത് ഇങ്ങനത്തെ ദ്വൈതഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഉണ്ടായേ തീരൂ, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സുഖദുഃഖവും ഇതുപോലെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ സമഭാവനയോടെ വീക്ഷിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള ഒരു സാധനയാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ആ പുണ്യഭാവ ചിന്തയിൽ നിന്നും ശുഭാശുഭ പരിത്യാഗം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. അവൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇഷ്ടം അനിഷ്ടം ശുഭം അശുഭം ഇവയെല്ലാം ജഡപ്രപഞ്ചം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നതാണ് ജഡം. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും നാശോന്മുഖമായിട്ടിരിക്കുന്നതാണ്, എല്ലാം നശിക്കുന്നതാണ്, ഒന്നിനും ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ജഡപ്രപഞ്ചത്തിലെ നമ്മുടെ അനുഭവങ്ങളാണ് ഈ ദ്വൈതഭാവങ്ങളെല്ലാം. ഇഷ്ടത്തിൽ സന്തോഷിക്കുന്നവർ അനിഷ്ടത്തിൽ തീർച്ചയായിട്ടും ദുഃഖിക്കും, അത് പ്രകൃതമാണ്. പാപത്തെ ഭയപ്പെടേണ്ടി വരും, പുണ്യത്തെ ഇഷ്ടപ്പെടുമ്പം പാപത്തെ ഭയപ്പെടും. സർവത്ര ഈശ്വരസിദ്ധയെ മാത്രം കണ്ടുകൊണ്ട് ഭജിക്കുന്ന ഒരു പ്രിയ ഭക്തന് ഇതിലൊന്നും തന്നെ പ്രത്യേകമായ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. അയാൾക്ക് കൊതിയുമില്ല, ഇഷ്ടാനിഷ്ടങ്ങളുമില്ല, ശുഭാശുഭങ്ങളുമില്ല. എല്ലാം ഭഗവാന്റെ ഇഷ്ടം, എല്ലാം ഭഗവാന്റെ സങ്കല്പം, എല്ലാം എൻ്റെ നേരെ വരുന്ന എല്ലാം ഭഗവാന്റെ പദ്ധതികൾ എന്ന് സ്വീകരിക്കുവാനുള്ള നമ്മുടെ മനസ്സിനെയാണ് ഭഗവാൻ ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഇല്ലാത്തത് നടക്കുമ്പോഴൊക്കെ അതിനെ ഭഗവാന്റെ അതിലേക്കായി നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അതാണ് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഇഷ്ടം എന്ന് പറയാണ്. അപ്പൊ ഈ ഉദാസീനത എന്ന് വെച്ചാൽ ആലസ്യമല്ല, അത് നമ്മൾക്ക് മനസ്സിലാക്കണം. സംസ്കൃതത്തിലെ ഉദാസീനത എന്ന് വെച്ചാൽ മലയാളത്തിലെ ഉദാസീനത എന്നുള്ള അർത്ഥമല്ല. മലയാളത്തിലെ ഉദാസീനത എന്ന് വെച്ചാൽ ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ ആലസ്യം, അലസത എന്നൊക്കെ അർത്ഥമാണ്. പക്ഷെ സംസ്കൃതത്തിലെ ഉദാസീനത അങ്ങനെയല്ല. ഈ ഒന്നിലും എല്ലാത്തിനും സാക്ഷിഭൂതനായിട്ട് നിൽക്കുവാനുള്ള കഴിവ്, അതാണ് ഉദാസീനത.
അതെന്താണെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങൾ വീണ്ടും പറയുകയാണ്. സമശത്രൗ ച മിത്രേ ച തഥാ മാനോപമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രൗച മിത്രേച, ശത്രുക്കളുമില്ല സ്നേഹിതന്മാരുമില്ല, രണ്ടുപേരിലും ഒരേ ഈശ്വരാംശത്തെ കാണുന്ന ആൾ, തുല്യഭാവത്തോടുകൂടി ശത്രുമിത്ര ഭാവം ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആൾ. തഥാ അതുപോലെ മാനാപമാനഹോ, ദേഹബോധമില്ലല്ലോ, ദേഹബോധം വെടിഞ്ഞ ഒരാൾക്ക് മാനം അപമാനം എന്നുള്ളതൊന്നും വരില്ല. മാനം അപമാനം തോന്നുന്നു നമ്മൾക്ക് ഈഗോ, നമ്മുടെ അഹന്ത. നമ്മുടെ അഹന്ത എന്ന് വെച്ചാൽ നമ്മുടെ സ്വത്തിനെ പറ്റി നമുക്ക് ചിന്ത, ഞാൻ എന്ന ഭാവം, അതിനെപ്പറ്റി നമുക്ക് കരുതലുള്ളത് കൊണ്ടാണ് ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് സങ്കടമോ ദേഷ്യമോ മാനമോ അപമാനമോ ഒക്കെ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇതൊന്നും ബഹുമാനവും ഇല്ല അപമാനവും ഇല്ല, രണ്ടും ഒരുപോലെ കഴിയും. അതുപോലെ ദേഹബോധമില്ലാത്ത ഒരാൾക്ക് ഉഷ്ണവുമില്ല തണുപ്പുമില്ല. നമുക്ക് ദേഹബോധം ഉള്ളതുകൊണ്ടാണ് ഹോ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടേ 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 എന്ന് പറയണത്. ദേഹബോധമില്ലാത്തവർക്ക് ചൂടുമില്ല തണുപ്പുമില്ല. അങ്ങനെയാണ് ഹിമാലയത്തിലെ കൊടും തണുപ്പുള്ള വെള്ളത്തിലൊക്കെ മഹായോഗികളൊക്കെ കുളിക്കുന്നു. എന്താണ്? അവർക്ക് അവരുടെ ശരീരത്തിനെ പറ്റി ബോധമില്ലാത്ത കൊണ്ടാണ്. അവരുടെ ശരീരത്തിനെ ഒന്ന് സ്പർശിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരെപ്പോഴും ആത്മനെ രമിക്കുന്നത് കൊണ്ട് അവർക്ക് ശരീരത്തെ പറ്റി യാതൊരു ബോധവുമില്ല. ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അവർ അതിനെപ്പറ്റി നിഷ്ക്രിയരായിരിക്കുന്നു, അതിനെപ്പറ്റി ബോധമില്ലാതെ ഇരിക്കുന്നു. അതാണ്. അങ്ങനെ സമസംഗ വിവർജിത, സമഭാവത്തോടുകൂടി സംഘങ്ങൾ എന്ന് വെച്ചാൽ കൂട്ടുകെട്ടുകൾ, അതായത് എന്റേത് നിന്റേത് എന്നുള്ള ഭാവമില്ലാതെ എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഭഗവാന്റെ, എല്ലാം എന്റേത് എന്ന് കാണുവാനുള്ള കഴിവ്. ഒന്നായ നിന്നേഹ രണ്ടായി കാണുന്നത് കൊണ്ടുള്ള വിഷമം മാറിയിട്ട് എല്ലാത്തിനെയും പണ്ടേ പോലെ ഒന്നായിട്ട് തന്നെ കാണുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ അനികേത സ്ഥിരമതി, ഒരു സ്ഥലത്ത് പ്രത്യേകമായ ഭവനം ഒന്നും ഉണ്ടാക്കി താമസിക്കുകയൊന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ചൊരിക്കും വീണടം വിഷ്ണു ലോകം. എവിടെയാണോ, ഒരു അമ്പലത്തിലാണോ, ഒരു സത്രത്തിലാണോ, ഒരു റെയിൽവേ സ്റ്റേഷനിലാണോ, ബസ് സ്റ്റാൻഡിലാണോ, എവിടെയാണോ കിടക്കാനുള്ള സമയത്ത് എത്തുന്നത് അവിടെ തന്നെയാണ് ഭവനം. അങ്ങനെ ഒരു പരിത്യാഗം, എല്ലാത്തിനെ പറ്റി ഒരു പരിത്യാഗം ചെയ്യാനുള്ള കഴിവ്. ഒന്നിലും ആസക്തിയില്ല. ഒരു വീട് വേണം, ആ വീട്ടിലേ ഉറങ്ങൂ, അങ്ങനെയൊന്നുമില്ല. എവിടെ കിട്ടുന്നോ അവിടെ തന്നെ ഭവനം. അങ്ങനെ കഴിവാനുള്ള, ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാനാണ് നമുക്ക് ഭവനമൊക്കെ വേണ്ടത്. സ്ഥിരമായിട്ട് താമസിക്കേണ്ടാത്തവർക്ക് വീടൊന്നും വേണ്ട, ചെല്ലുന്നിടം തന്നെ വീട്. മനസ്സിലായില്ലേ? ആരുടെ വരാന്ത കിട്ടിയാലും അത് തന്നെയാണ് സ്വന്തം ഭവനമായിട്ട് കരുതുക. അമ്പലമായാലും സത്രമായാലും ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ ആയാൽ പോലും സന്തോഷം, എവിടെയെങ്കിലും കിടക്കാൻ ഒരു ഇടം കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരിടത്ത് അങ്ങനെ സ്ഥിരമായിട്ട് അതുപോലെ സ്ഥിരമതിയാണ്. സ്ഥിരമതി എന്ന് വെച്ചാൽ ബുദ്ധി, സ്ഥിരമായ ബുദ്ധി, സ്ഥിരനിഷ്ഠയോടുള്ള ബുദ്ധിയുള്ളത്. അതായത് ബുദ്ധിയെ ആത്മനിൽ ഉറപ്പിച്ച ആൾ, ആത്മനിഷ്ഠനായിട്ട് ഇരിക്കുന്ന ആൾ. അങ്ങനെ സർവത്ര ഈശ്വരനെ, സത്യത്തെ മാത്രം കണ്ടുകൊണ്ട് സർവത്തിലും ഇങ്ങനെയുള്ള ഉപേക്ഷ, ഇങ്ങനെയുള്ള പരിത്യാഗം, ഇങ്ങനെയുള്ള ഉദാസീനത ആരാണോ പുലർത്തുന്നത് അവരാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ, അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് ഭഗവാൻ പറയുന്നത്. ശത്രുവിലും സ്നേഹിതനിലും ഒരേ ഈശ്വരാംശം കണ്ട് തുല്യഭാവം പുലർത്തുന്നവനും ബഹുമാനത്തിലും അപമാനത്തിലും സമനില കൈവിടാത്തവനും ശീതം ഉഷ്ണം സുഖം ദുഃഖം തുടങ്ങിയ വിരുദ്ധാനുഭവങ്ങളിലെല്ലാം സമനില പുലർത്തുന്നവനും ഒന്നിനോടും എന്റേതെന്നുള്ള ഒരു പറ്റൽ ഇല്ലാത്തവനും നിന്നയും സ്തുതിയും ഒരുപോലെ കണക്കാക്കുന്നവനും സങ്കല്പവും സംഭാഷണവും ചുരുക്കി, അതാണ് മൗനി എന്ന് പറഞ്ഞത്. തുല്യനിന്ദ സ്തുതിർ മൗനി, എന്ത് പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ മൗനമായിട്ടിരിക്കുക, മിണ്ടാതിരിക്കാനുള്ള കഴിവ്. അത് ഭയങ്കര ഒരു കഴിവാണ്. ഒന്നിനും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കണം. അങ്ങനെ ഒരിടത്തും സ്ഥിരമായിട്ട് തങ്ങാതെ മൗനമായിട്ട് കഴിയുന്നിടത്തോളം സംഭാഷണം ചുരുക്കി മിണ്ടാതെ ഇരിക്കുന്നവന് എന്ത് കിട്ടിയാലും സന്തോഷിക്കുന്നവൻ. അതാണ് പിന്നെ സന്തുഷ്ട, ഏതിലും സന്തുഷ്ടി കിട്ടുന്നവൻ. സർവത്ര സത്യത്തെ തന്നെ, ഭഗവാനെ മാത്രം, അതായത് സത്യം എന്ന് വെച്ചാൽ നിത്യമായത് എന്താണോ അതാണ് സത്യം. ആ സത്യം നിത്യമായത് ലോകത്ത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഭഗവാൻ മാത്രം. അപ്പൊ ആ ഭഗവാനെ മാത്രം ഭജിക്കുന്ന ആൾ.
അങ്ങനെ മനുഷ്യൻ അങ്ങനെയുള്ള ആളാണ് എനിക്ക് പ്രിയപ്പെട്ടവെന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്തത് 20-ാമത്തെ സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഹ. സ്ഥിരമതി, സ്ഥിരമതി എന്ന് വെച്ചാൽ സ്ഥിരമായ ബുദ്ധി. ബുദ്ധി ചഞ്ചലമാണ്, മനസ്സിനനുസരിച്ച് ബുദ്ധി ഇങ്ങനെ ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും. താൻ ദേഹമല്ല ആത്മാവാണ് എന്ന ഉറപ്പായ അനുഭവമാണ് സത്യദർശനം. എല്ലാ ഭേദബന്ധങ്ങളുടെയും ഉറവിടം പിന്നെ ദേഹബന്ധമാണ്. നമുക്ക് ദേഹത്തോടുള്ള നമ്മുടെ ഇഷ്ടം, നമ്മൾ ദേഹമാണെന്നുള്ള ആ വിചാരം, ആ കരുതൽ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബന്ധങ്ങളും ദേഹവുമായിട്ട് ബന്ധിക്കുന്നത്. ആരെയും ആത്മനായിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പം പിന്നെ ദേഹബന്ധമാണ് നമുക്ക് എല്ലാ ഭേദചിന്തകളും ഉണ്ടാക്കുന്നത്. അതായത് ഈ ദ്വൈതഭാവങ്ങളെല്ലാം, സുഖം ദുഃഖം, അല്ലെങ്കിൽ പിന്നെ സങ്കടം, ഇരുട്ട് വെളുപ്പ്, തണുപ്പ് ചൂട്, ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ നമ്മുടെ ദേഹത്തിനെയാണ് ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? ആത്മദർശനമാകട്ടെ സർവത്ര ഒരേ വസ്തുവിനെ തന്നെ കാട്ടിത്തന്ന് നമ്മളെ സുഖിപ്പിക്കുന്നു. സർവത്ര സത്യത്തെ കണ്ട് ഭജിക്കുന്നതാണ് പരാഭക്തി. പരാഭക്തി അപരാഭക്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാഭക്തി എന്ന് പറയുന്നത് സർവം ഭഗവാൻ, എല്ലാം, ലോകം, പ്രപഞ്ചം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്, അതാണ് പരാഭക്തി. പരാഭക്തി എന്ന ഭക്തന് എല്ലാം ദേഹം കൊണ്ട് പിന്നെ ഒരു ആവശ്യവുമില്ല. അതിരുന്നാലും വീണാലും അദ്ദേഹത്തിന് തുല്യം. സ്വദേഹത്തിലും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ആളാണ് ശത്രു, അനുകൂലിക്കുന്നവർ മിത്രം. നമ്മുടെയൊക്കെ ഭാവം, സാധാരണക്കാർക്ക് നമ്മുടെ ഈ ദേഹത്തിനെ മാനിക്കുന്ന സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹം, ദേഹത്തിനെ സ്നേഹിക്കാത്തവരെ മാനിക്കാത്തവരെ നമുക്ക് ഇഷ്ടമില്ല. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ദേഹചിന്ത ഉള്ളത് കൊണ്ടാണ്. അപ്പം പിന്നെ ദേഹത്തെ കുറിച്ച് തനിക്ക് ഒരു ഗണനയില്ലെങ്കിൽ, ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിക്കാത്ത ഒരാൾക്ക് ഈ ദേഹത്തിനോട് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, അതങ്ങനെ ബാധിക്കില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഭഗവാനൊക്കെ. ഭഗവാനെ ഉയർത്തിയാലും പുകഴ്ത്തിയാലും നിന്ദിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു കുസലും ഇല്ല, ഒന്നിനും ബാധിക്കുന്നില്ല. കാരണം ഭഗവാൻ ദേഹബോധമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് ശത്രുമിത്രഭാവമില്ലാത്തയാൾക്ക് മാനാപമാനങ്ങൾക്കും പ്രസക്തിയില്ല. ഇവിടെയൊക്കെ ഒരേ ഈശ്വരഭാവം തന്നെ കണ്ടുകൊണ്ട് സമനില പുലർത്തുന്ന ആളാണ് ഏറ്റവും നല്ല ഭക്തൻ. അതായത് ദേഹബന്ധവും ദേഹത്തോടുള്ള ദേഹം കൊണ്ടാണ് നമുക്ക് പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംഘമില്ലാതിരിക്കണം, ഒട്ടലില്ല. എന്റെയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്റെ മകൾക്ക് സംഭവിച്ചാൽ അത് സങ്കടം, പരന്റെ മകൾക്ക് സംഭവിച്ചാലും അത് നമുക്കൊന്നുമില്ല, നമ്മൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കും. അങ്ങനെയുള്ള ഭാവം വരുന്നത് എന്തുകൊണ്ടാണ്? സംഘമുള്ളത് കൊണ്ട്. നമുക്ക് അവരോട് ഒരു അടുപ്പം, ഇഷ്ടം, മമതയുള്ളത് കൊണ്ടാണ്. ആ മമത ഇല്ലാത്ത അവസ്ഥയാണ് ഭഗവാൻ ഇഷ്ടം. മനസ്സിലായില്ലേ? ശീതോഷ്ണാദി വിരുദ്ധ ഭാവങ്ങളൊന്നും അയാളെ ശോഭിപ്പിക്കില്ല. എപ്പോഴും എവിടെയും ആത്മാനന്ദത്തിൽ കഴിയുന്നു. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം സന്തുഷ്ടനാണ്. ഉടുക്കാനും ഭക്ഷിക്കാനും കിടക്കാനും ഇന്നതൊക്കെ തന്നെ വേണമെന്നോ ഇന്ന സ്ഥലത്തേ ഇരിക്കുമെന്നോ ഇന്നതേ ഞാൻ ധരിക്കുമെന്നോ ഒന്നും അദ്ദേഹത്തിനില്ല. എന്ത് കിട്ടിയാലും അതൊക്കെ ഒരു നിർബന്ധവുമില്ലാതെ സ്വീകരിക്കും. അത് തന്നെയാണ് ഷിർഡി സായിബാബ നമുക്ക് കാണിച്ചു തന്നിരുന്നത്. എന്ത് കിട്ടിയാലും ഭക്ഷിക്കും, ആര് കൊടുത്താലും ഭക്ഷിക്കും. പട്ടിയും പൂച്ചയും കൂടെ ഇരുന്ന് കഴിച്ചാലും ഒരു പ്രശ്നമില്ല. കാക്ക, പട്ടി, പൂച്ച ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ കഴിക്കുന്ന പാത്രത്തിൽ തന്നെ പട്ടിയും പൂച്ചയും കാക്കയൊക്കെ വന്ന് കഴിക്കുകയാണ് ഒപ്പം. നമ്മൾ 4 പേര് ഒരുമിച്ചൊരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഭഗവാൻ അവരുടെ കൂടെ ഇരുന്ന് ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത്. എത്ര വലിയൊരു ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നികൃഷ്ടമായ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ജീവിയാണ് പട്ടി. കാക്കയോ അതുപോലെ തന്നെ. ഈ ഇത്ര നികൃഷ്ടമായ വസ്തുക്കൾ കഴിക്കുന്ന 2 ജീവികൾ തൊട്ട പാത്രം പോലും നമ്മൾ തൊടൂല. ആ ആ തന്റെ പാത്രത്തിൽ തന്നെ അവരും കൂടെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് സമ്മതിക്കണമെങ്കിൽ എത്രമാത്രം ഉയർന്ന ഒരു നിലയിൽ ആ ഭഗവാന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഭഗവാന് പട്ടിയും പൂച്ചയും ഈച്ചയും കൊതുവും ഒക്കെ ഭഗവാന്റെ തന്നെ അംശമായിട്ട് ഇരിക്കുന്നു, അല്ലെ? അങ്ങനെയാണ്. അപ്പൊ പരിതസ്ഥിതി എന്തു തന്നെയായാലും ആത്മനിഷ്ഠയ്ക്ക് ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നത് ആരാണോ, എല്ലാത്തിലും ഒരുപോലെ സമനില പാലിക്കുന്നത് ആരാണോ അയാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എൻ്റെ ഭക്തൻ. ഞാൻ അയാളെ മാത്രമേ ഭക്തൻ വിളിക്കൂ. സത്യസായി ബാബ ഇവിടെ ഉള്ളപ്പോ പറയും, കുൽവന്തവാളിൽ ഏതാണ്ട് 10-30,000 പേർക്ക് ഇരിക്കാൻ പറ്റും. അടുക്കിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ 30,000 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഹാളാണത്.
അപ്പൊ ഒരു പ്രാവശ്യം ഭഗവാൻ അവിടെ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റും നോക്കണം. അപ്പൊ അനിൽകുമാർ സാർ കൂടെ ഉണ്ടായിരുന്നു. അനിൽകുമാർ ചോദിച്ചു, സ്വാമി എന്താണ് നോക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു ഭക്തനെ നോക്കുകയാണ്, ഒരു ഭക്തനെ അന്വേഷിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്താ പറയണേ, ഇത്രയും ഭക്തന്മാരിരിക്കുന്ന ഭഗവാൻ കാണുന്നില്ലേ, എന്നിട്ട് എന്താണ് ഭക്തനെ നോക്കുന്നു എന്ന് പറയണേ? എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇവരൊന്നും എന്റെ ഭക്തരല്ല. എന്റെ ഭക്തരാണെങ്കിൽ ഈ ഗുണമൊക്കെ വേണം. എന്റെ ഭക്തർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് എന്റെ ഭക്തനാവുന്നത്. അങ്ങനെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ ഭക്തലക്ഷണങ്ങൾ നേടിയവനും അവ നേടാൻ ഗാഠമായി യത്നിക്കുന്നവനും തനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണെന്നാണ് ഭഗവാൻ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അധ്യായം ഭഗവാൻ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി അർജുനനോട് പറയുകയാണ്, ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ സദ്ദധാനാമത്പരമാ ഭക്താതേ അതീവ മേ പ്രിയാഹ. യഥോക്തം, ഞാനിപ്പോ കുറെ കാര്യങ്ങൾ മുകളിൽ പറഞ്ഞില്ലേ, 13 തൊട്ട് 19 ശ്ലോകമിലെ 7 ശ്ലോകങ്ങളിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. ആരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവൻ, ആ കാര്യങ്ങളൊക്കെ പ്രകാരമുള്ള ഇതം ധർമ്മ്യാമൃതം, പരമസത്യത്തോട് അടുക്കുന്നതും അമൃതത്വം നേടിത്തരുന്നതുമായ ഈ സാധനാമാർഗം ശ്രദ്ധാന, ഗുരുശാസ്ത്ര വചനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയുള്ളവർ. ഗുരുശാസ്ത്ര വചനങ്ങളിലും ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഗുരുക്കന്മാരിലും ഒക്കെ നല്ല ശ്രദ്ധയുള്ളവൻ. ശ്രദ്ധ എന്ന് വെച്ചാൽ ഭക്തിയും വിശ്വാസവും ഉള്ളതാണ് ശ്രദ്ധ. ബ്രഹ്മപ്രാപ്തി എന്താണ് ജീവിത ലക്ഷ്യം? എന്താണ്? ഭഗവാനെ കിട്ടുക എന്നുള്ളത് മാത്രം. ബ്രഹ്മപ്രാപ്തി മാത്രമാണ് ഈ ജീവിത ലക്ഷ്യം, വേറെ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരാൾ ഈശ്വരനിൽ പരമപ്രേമത്തോടു കൂടിയിരിക്കുമ്പോ ആരൊക്കെയാണോ അങ്ങനെ പര്യുപാസതേ, സർവത്ര എന്നെ പിന്തുടർന്നുകൊണ്ട് എന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നവർ അവരൊക്കെ എനിക്ക് അതീവ പ്രിയരാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ചെയ്ത് കഴിയണം എന്ന് തന്നെയില്ല, ചെയ്ത് ശ്രമിക്കുന്നവരാണെങ്കിലും എനിക്ക് അതീവ പ്രിയരാണ് എന്നാണ് ഭഗവാനോട് പറയുന്നത്. മേൽ വിവരിച്ച പ്രകാരമുള്ള പരമസത്യത്തോട് അടുപ്പിക്കുന്നതും അമൃതത്വം നേടിത്തരുന്നതുമായ ഈ സാധനാമാർഗം ഗുരുശാസ്ത്ര വചനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുള്ളവരും ബ്രഹ്മപ്രാപ്തി ജീവിത ലക്ഷ്യമാക്കി ഈശ്വരനിൽ പരമപ്രേമത്തോടു കൂടിയവരുമായ ആരൊക്കെ സദാ പിന്തുടരുന്നുവോ അവരൊക്കെ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ധർമ്മ്യാമൃതമിതം, അതിന്റെ പ്രത്യേകമായ അർത്ഥം, അന്തിമമായ ധർമ്മം എന്താണ്? നമുക്ക് 1-ാം പദ്യത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ധർമ്മത്തോടടുപ്പിക്കുന്നത് എന്തോ അതാണ് ധർമ്മ്യം. അഭ്യസിക്കും തോറും കൂടുതൽ കൂടുതൽ അത് പരമസത്യമായ ഭഗവാനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന അനുഭവം നമുക്ക് ഉളവാക്കി തരുന്ന ഭക്തി സാധനാ ക്രമമാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ വിവരിച്ചത്. ഇനിയും മുന്നേറിയാൽ, ഈ മാർഗത്തിൽ മുന്നേറിയാൽ എത്തിച്ചേരുന്ന അമൃതസ്വരൂപമായ ബ്രഹ്മത്തിലാണ്. അനശ്വര സത്യമായതുകൊണ്ടും ആനന്ദ സ്വരൂപം ആയതുകൊണ്ടും ബ്രഹ്മം അമൃതമാണ്. ഏതു ധർമ്മാമൃതം തദോക്തേ പര്യുപാസതേ. അമൃതമിതം എന്ന് ഭഗവാൻ പറഞ്ഞു. ധർമാമൃതം, അമൃതം ഇതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് അമൃതമാണ്. ഇങ്ങനെയുള്ള ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളിനുണ്ടായിരിക്കുന്ന 2 ഗുണങ്ങളാണ്, ശ്രദ്ധധാനവും മത്പരമത്വവും. അത് തന്നെയാണ് ഷിർഡി സായി പറഞ്ഞ 2 പൈ എന്തൊക്കെയാണ്? ശ്രദ്ധ സബൂരി, അതായത് പരിപൂർണമായ ശരണാഗതിയോട് കൂടിയുള്ള വിശ്വാസം. അതുപോലെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഭക്തിയും വിശ്വാസവും. അത് രണ്ടും മത്പരമത്വം എന്ന് വെച്ചാൽ അതാണ് ഗുരുവാക്യങ്ങളിൽ, ഭഗവാൻ വാക്യങ്ങളിലൊക്കെ ശാസ്ത്രവാക്യം എന്ന് വെച്ചാൽ എന്താണ്? വേദങ്ങളെയാണ് ഇവിടെ ശാസ്ത്രം എന്നുകൊണ്ട് പറയുന്നത്, അല്ല സയൻസിനെ അല്ല. അപ്പൊ ശാസ്ത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ വാക്കുകളല്ലേ, ഭഗവാന്റെ ശ്വാസമാണ് വേദം, ഭഗവാന്റെ വാണികളാണ് വേദം. അപ്പൊ ആ വാക്കുകളിലൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇവിടെ എന്തൊക്കെ നടപ്പിലാക്കണം എന്ന് ഭഗവാന്റെ ഭഗവാനോടുള്ള പ്രേമത്തിൽ അർപ്പിതമായ ഒരു ജീവിതം ആരാണോ ജീവിക്കുന്നത്, അങ്ങനെ ശ്രദ്ധയോടെ പരമപ്രേമത്തോടെ ഭക്തി സാധനാ മാർഗത്തിൽ പര്യുപാസന നടത്തുന്ന ആൾ, പര്യുപാസന വെച്ചാൽ ശ്രേഷ്ഠമായ ഉപാസന, വേറെ ഒന്നിലും ശ്രദ്ധയില്ല, ഭഗവാനിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത്. അങ്ങനെ ഉള്ള ആൾ ഭഗവാൻ അത്യന്തം പ്രിയപ്പെട്ടവനായിരിക്കുന്നു. അങ്ങനെ ഈ അധ്യായ സംക്ഷേപമാണ്.
ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉപയുക്തമായ നിർഗുണോപാസനയും വിവിധതരം സഗുണോപാസനകളും അർജുനൻ ധാരാളമായിട്ട് കേട്ടു. ഈ 12 അധ്യായങ്ങളിലായിട്ട് കർമ്മ 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 കർമ്മകാണ്ഡവും എല്ലാം എല്ലാം കേട്ട് എല്ലാം മനസ്സിലായി. അതിനൊക്കെ പോരാഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ വിഭൂതികളെല്ലാം കേട്ട് മനസ്സിലാക്കി. ആരൊക്കെയാണ്, ഏതാണ് ശ്രേഷ്ഠമായ ഭഗവാന്റെ ഭാവങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ എവിടെയൊക്കെയാണ് ഭഗവാന്റെ ശ്രേഷ്ഠത, ആരിലൊക്കെയാണ് ഭഗവാന്റെ ശ്രേഷ്ഠത വിഭൂതിയായി വിളങ്ങുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം തോന്നി എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്ന്. അതൊക്കെ അപ്പോഴാണ് വിശ്വരൂപ ദർശനം, അതും അനുഭവിച്ചു. പക്ഷെ അർജുന മനസ്സിലൊരു സംശയമുണ്ടായി. സഗുണോപാസക ഇപ്പം ഇത്രയെല്ലാം കണ്ടു, വിഭൂതിയെല്ലാം കേട്ടു, ഭഗവാന്റെ ഈ മഹാരൂപവും കണ്ടപ്പോ തോന്നി ഭഗവാൻ ആയിരിക്കും ഇഷ്ടം, നിർഗുണോപാസകരെയാണോ സഗുണോപാസകരെയാണോ എന്നൊരിഷ്ടം എന്ന് ചോദിച്ചു. അതിന് അപ്പൊ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ ആരെയാണ് ഭഗവാൻ ഇഷ്ടം, സഗുണോപാസകരെയോ നിർഗുണോപാസകരെയോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിരന്തര സ്മരണയോടെ ഇഷ്ടദേവതാ രൂപത്തിൽ മനസ്സുറപ്പിച്ച് ഭജിക്കുമ്പോൾ അത്യധികം മെച്ചപ്പെട്ടവരാണ് സഗുണോപാസകർ. സർവത്ര സമബുദ്ധി പുലർത്തി നിർഗുണ ബ്രഹ്മോപാസന നടത്തുന്നവർ നേരിട്ട് ബ്രഹ്മപ്രാപ്തി കൈവരിക്കുന്നു. മറ്റേത് നമുക്കൊരു മാധ്യമമുണ്ട്, സഗുണം എന്നൊരു, അതായത് ആകാരം എന്നൊരു മാധ്യമത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ പ്രാപിക്കുന്നത്. നിർഗുണോപാസകർക്ക് അത് വേണ്ട, അവർ നേരിട്ടാണ് പോണത്. കേന്ദ്രത്തിലേക്ക് നേരിട്ട് പോണതും സ്റ്റേറ്റ് വഴി പോണത് പോലെ. മനസ്സിലായല്ലേ? ബ്രഹ്മോപാസനയ്ക്ക് നിർഗുണാരാധന നടത്താൻ പ്രാപ്തിയുള്ളവർ പെട്ടെന്ന് തന്നെ ഭഗവാനിൽ തന്നെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിർഗുണോപാസന പക്ഷെ എളുപ്പമേ അല്ല, ഭയങ്കര ദുഷ്കരമാണ്. സഗുണോപാസനയിൽ നമുക്ക് വ്യക്തമായ ലക്ഷ്യബോധത്തോടെ എല്ലാ കർമ്മങ്ങളും എന്ത് നമ്മൾ ചെയ്താലും ഭഗവാന്റെ സഗുണം നമ്മുടെ മുമ്പിൽ ആകാരമായി നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാം, ഭഗവാനോട് കംപ്ലൈന്റ് ചെയ്യാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനോട് സംവദിക്കാം. എങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട് സഗുണോപാസനയിൽ, അല്ലെ? നിരന്തര സ്മരണയോടെ അർച്ചന ചെയ്യാം. അതൊക്കെ ഇഷ്ടദേവനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ആരാധിക്കും. നമ്മൾ സംസാര ബന്ധം, ഈ ലോകബന്ധങ്ങളിൽ നിന്നും കുറെയൊക്കെ നമുക്ക് വിമുക്തി നേടാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയല്ല. സങ്കല്പങ്ങളെല്ലാം ഈശ്വരഭാവന കൊണ്ട് നിറച്ച് ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ ബുദ്ധി ഉറപ്പിച്ചു നിൽക്കുന്ന ഭക്തൻ സദാ ഭഗവത് സാന്നിധ്യം അനുഭവിക്കും. അത് കഴിയാത്തയാൾ ഭഗവത് സ്മരണ ആവർത്തിച്ച് അഭ്യസിച്ച് ഉറപ്പിക്കേണ്ടതാണ്. അതിനും കഴിയാത്തവർ ഭഗവാന് വേണ്ടി പ്രത്യേകം പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടതാണ്. അതും കഴിയില്ലെന്ന് ഭഗവാൻ എത്ര ഒരു ഉപാധി വന്ന് നിങ്ങൾക്ക് പറ്റൂലേ, ശരി എന്നാ ഇത് ചെയ്തോളൂ, അതും പറ്റില്ല എന്നാ ശരി ഇത് ചെയ്തോളൂ, ഇങ്ങനെ 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 ഓരോരോരോ എങ്ങനെയെങ്കിലും ഭഗവാനെ പ്രാപിക്കാനായിട്ട് അർജുനനെ പ്രാപ്തനാക്കാൻ, അർജുനൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി ഓരോരോ വഴികളായിട്ട് പറഞ്ഞു തരികയാണ്. ഓക്കെ, നിനക്ക് അതും കഴിയില്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ച് ഫലേച്ഛം വെടിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ. അപ്പം അഭ്യാസ യോഗേന, അഭ്യാസം കൊണ്ട് എല്ലാം സാധിക്കും. അങ്ങനെ നിനക്ക് അഭ്യാസം കൊണ്ട് വസ്തുരൂപബോധം ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനം വളരെ ശ്രേഷ്ഠമാണ്. ജ്ഞാനമുണ്ടെങ്കിൽ എന്തുണ്ടാവും? ധ്യാനത്തിന് ഏകാഗ്രത കിട്ടും. അപ്പോഴേ ഈശ്വര ധ്യാനത്തിൽ ഏകാഗ്രത കൂടിയാൽ നമുക്ക് ഫലേച്ഛ ഒന്നിലും ഉണ്ട്. ഈശ്വരനെ മാത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ടല്ലോ, പിന്നെ നമുക്ക് ഒന്നിനും ആഗ്രഹമില്ല. അപ്പം ഫലേച്ഛ പോയാൽ പിന്നെ ആത്മാനുഭാവത്തിലുള്ള ശാന്തി കൈവരും. സമബുദ്ധി പുലർത്തി സർവദാ സർവത്ര ഭഗവാനെ കണ്ട് ഭജിക്കുന്ന ഭക്തൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ശ്രദ്ധയോടും ഭഗവാങ്കൽ പരമപ്രേമത്തോടും കൂടി മേൽ വിവരിച്ച പ്രകാരം ഭക്തി സാധന മാർഗം പിന്തുടരുന്ന ഭക്തനും, അത് ഇനി അഥവാ നിർഗുണോപാസന കൊണ്ടൊന്നും ശ്രേഷ്ഠമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അതിന് ശ്രമിച്ചാലും മതി, ഭഗവാൻ ഇഷ്ടമാണ്. അത് ശ്രമിക്കുന്നവരെയും ഭഗവാന് ഇഷ്ടമാണ്. ഭഗവാന് അത്യന്തം പ്രിയപ്പെട്ടവരായി മാറും. ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഫലം ഭഗവാൻ തന്നോളും. നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് ചെയ്യണം, അതാണ് നമ്മുടെ കാര്യം. ഭക്തി സാധന മാർഗം ക്രമമായി വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഭക്തിയോഗം എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.
അധ്യായം 13. ഇനിയും 13 തൊട്ട് നമുക്ക് 18 വരെ 6 അധ്യായങ്ങളാണ്. ഈ ഭഗവത്ഗീതയെ നമ്മൾ ആദ്യമേ പറഞ്ഞു, തത്വമസി എന്നുള്ള ആ വചനത്തിന്റെ 3 ഭാഗം, ത്വം അസി, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് 6 ചാപ്റ്ററുകളെ വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ 6 ചാപ്റ്റർ തത്താണ്. അടുത്ത 6 ചാപ്റ്റർ ത്വം. ഇനി നമ്മൾ അസി എന്ന ചാപ്റ്ററിലേക്ക്, അസി എന്ന ഭാഗത്തേക്ക്, അടുത്ത 6 ചാപ്റ്ററുകൾ അസിയാണ്, തത്വം അസി, അതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ 13ാമത്തെ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വിഭാഗം, അതിനെ പറ്റി പറയുന്ന, അതിന്റെ യോഗം, അതെങ്ങനെയാണ് അവർ യോജിക്കുന്നത് എന്നതിനെ പറ്റിയുള്ളതാണ് പറഞ്ഞു തരുന്നത്. അതായത് 3 തരം അനുഭൂതിയാണ് നമുക്ക് ഭഗവാന് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ആത്മാനുഭൂതി, നമ്മൾ സ്വയം ആനന്ദം കൊണ്ടങ്ങനെ മറന്നു പോകുന്ന, ആനന്ദ കണ്ണീരൊഴുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും, ആത്മാനുഭൂതി. അത് രണ്ടാമത്തെ ബ്രഹ്മാനുഭൂതി, സർവം ബ്രഹ്മമയം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്കുള്ള ഉയരല്. അത് കഴിഞ്ഞാലോ ജീവൻ ബ്രഹ്മ ഐക്യ അനുഭൂതി, ജീവനും ബ്രഹ്മനുമായിട്ട് ഐക്യം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാതിരി സർവത്രവും ഭഗവാനെ കണ്ട് നിർഗുണോപാസനയിലെ ഭഗവാനെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞവർ. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള അനുഭൂതി, ഈശ്വരനെ അനുഭൂതിക്കുന്നതിന്റെ ക്രമം. ആത്മാനുഭൂതി, ആദ്യം നമുക്ക് തന്നെ ആത്മാനുഭൂതി, നമ്മൾക്ക് തന്നെ അനുഭൂതി ഉണ്ടാവണം, എന്നാൽ മാത്രമേ ബ്രഹ്മാനുഭൂതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനെ തത്വമസി എന്ന മഹാവാക്യം ഈ ക്രമം ഉൾക്കൊള്ളുന്നു. ത്വം എന്നാൽ ആത്മാനുഭൂതിയും, തത് എന്നത് ബ്രഹ്മാനുഭൂതിയും, അസി എന്നത് ഐക്യാനുഭൂതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഗീതയിലെ ആദ്യത്തെ 6 അധ്യായം ത്വം ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. ത്വം തത് അസി എന്നാണ്, ത്വം തത് അസി എന്നാണ് ഗീതയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ത്വം എന്ന ആത്മാനുഭൂതിയെയും പിന്നത്തെ 6 അധ്യായങ്ങൾ തത് എന്ന ബ്രഹ്മാനുഭൂതിയെയും ഒടുവിലത്തെ 6 അധ്യായങ്ങൾ അസി എന്ന ഐക്യാനുഭൂതിയെയും പ്രാധാന്യേന പ്രതിപാദിക്കുന്നതാണ് പറയപ്പെടുന്നു. ഇവിടെ ഒന്നുകൂടി ഓർക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് 13ാമത്തെ ഈ അധ്യായം മുതൽ ഐക്യാനുഭൂതിക്കാണ് പ്രാധാന്യം. കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും, നമ്മൾ ആദ്യത്തെ 6 കാണ്ഡത്തിൽ ഭഗവാൻ കർമ്മത്തിന്റെ പ്രയോജനങ്ങൾ, നിഷ്കാമ കർമ്മത്തിനെ പറ്റിയൊക്കെ, കർമ്മം ചെയ്യാനുള്ള ഒരു ഉത്ബോധനമാണ്. അവനവന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഭഗവാൻ അർജുനനെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? അത് കഴിയുമ്പോഴോ അനുഭൂതി ഉണ്ടാവണമെങ്കിൽ ഉപാസനകൾ വേണം. ഭഗവാനെ കർമ്മം ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്ന മാതിരി ചെയ്യുക, അങ്ങനെയാണ് അനുഭൂതിക്ക് വേണ്ടത്. അതാണ് ആദ്യത്തെ കർമ്മകാന്ഡം കഴിഞ്ഞാല് പിന്നെ ഉപാസനാകാന്ഡമാണ്, അഭ്യാസമാണ്. പിന്നെ ആ കർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ ഉപാസിച്ചുകൊണ്ട് ഭഗവാനെ നേടുവാനുള്ള പ്രവൃത്തി എങ്ങനെ ചെയ്യണം, അത് ഭഗവാൻ 6 അധ്യായത്തിലൂടെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞാലോ ഇനിയത്തെ അധ്യായത്തില് ഭഗവാൻ ജ്ഞാനകാന്ഡമാണ്. ഇനി നമുക്ക് ജ്ഞാനം നൽകുവാണ്, മനസ്സിലായില്ലേ? ജ്ഞാനം നൽകുവാനുള്ള ഇവിടെ അപ്പം ജീവാത്മനും പരമാത്മനും തമ്മിലുള്ള ഐക്യം, അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം, നമ്മളെ ജീവാത്മാവ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ, അതാണ് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും വിഭാഗമായിട്ട് നിൽക്കുന്നു, അതിനെ യോജിപ്പിക്കുന്നു, അത് തമ്മിൽ സംയോജിക്കുന്നു, അതാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അത് പ്രത്യേകമായിട്ട് ഭഗവാൻ വസ്തുജ്ഞാനം, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞാനത്തെയും വേർതിരിച്ച് പ്രതിപാദിക്കുന്ന കൊണ്ടാണ് ഇതിന് രണ്ടും, ക്ഷേത്രമുണ്ട് ക്ഷേത്രജ്ഞനാര് എന്ന് പ്രത്യേകമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന പേര് തന്നിരിക്കുന്നത്. 1-ാം പദ്യത്തിൽ, ഇതിലെ ആദ്യത്തെ പദ്യത്തിൽ തന്നെ ഭഗവാൻ ക്ഷേത്രമുണ്ട് ക്ഷേത്രജ്ഞനുണ്ട് എന്ന് പ്രതിപാദിക്കുകയാണ്. ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. അതായത്, അല്ലയോ കൗന്ദേയ, കൗന്ദേയ കുന്തിപുത്ര, അല്ലയോ അർജുന, ഇതം ശരീരം, ഈ കാണുന്ന ശരീരമുണ്ടല്ലോ, ഉണ്ടായി മറയുന്നതാണ്, ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല ശരീരം. അതുകൊണ്ടാണ് ശരീരം എന്ന പേര് തന്നെ വന്നത്, മറഞ്ഞു പോകുന്നതാണ്. അതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് പല അർത്ഥങ്ങളുണ്ട്. ക്ഷേത്രത്തിന്
അമ്പലം എന്നർത്ഥമുണ്ട്, ക്ഷേത്രത്തിന് വയലെന്നർത്ഥമുണ്ട്, പിന്നെ എന്താ പറയാ ഭൂമി എന്നർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട് ക്ഷേത്രത്തിന്. അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. അഭിധീയതേ പറയപ്പെടുന്നു, ഏത് ഈ ക്ഷേത്രത്തെ യ വേത്തി ആര് ഉണ്ടെന്നറിയുന്നവോ അവനെ സത്യം അറിയുന്നവൻ ക്ഷേത്രജ്ഞ എന്ന് പറയുന്നു. അതായത് ഈ ശരീരം ഉണ്ടായി മറഞ്ഞു പോകുന്നതാണെന്ന് ആരറിയുന്നുവോ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞൻ. അല്ലയോ അർജുന, ഈ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു. ഈ ക്ഷേത്രത്തെ ആരുണ്ടെന്ന് അറിയുന്നുവോ അവനെ സത്യം അറിയുന്നവൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ശരീരമാണ് ക്ഷേത്രം, ഉണ്ടായി നശിക്കുന്നത് എന്നാണ് ശരീരം എന്ന പദത്തിന്റെ അർത്ഥം. ജീവാത്മാവിന്റെ അഭയസ്ഥാനം ആണ് ശരീരം. ഒരു ജീവാത്മാവിന് പ്രവേശിക്കാൻ ഒരു സ്ഥലം വേണം, അതാണ് ശരീരം. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന് ചലിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നത്. നമ്മളെല്ലാം ചലിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആത്മാവിരിക്കുന്ന, ആത്മാവ് വിട്ടുപോയാൽ ശരീരം ജഡമായി തീരും, അല്ലേ? നശ്വരമാണ്, നശിച്ചു പോകും. അപ്പം ഉണ്ടായി മറയുന്നതാണ് ശരീരം. അത് കർമ്മബീജത്തിന്റെ വിളഭൂമിയാണ് എന്നും അർത്ഥമുണ്ട്. അതായത് ഒരു വയല് പോലെ. ക്ഷേത്രപദത്തിനപ്പോൾ ശരീരപദത്തിലും ക്ഷേത്രപദത്തിലും തന്നെ അവയുടെ സ്വരൂപ നിർവചനം അടങ്ങിയിരിക്കുന്നു. ഉണ്ടായി നശിക്കുന്നത് എന്തായി കാണപ്പെടുന്നു അത് ക്ഷേത്രം. നമ്മൾ സാധാരണ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാലും നശിച്ചു പോകുന്നില്ല. എത്രയോ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നശിച്ചിരിക്കണം. അപ്പൊ എന്തും ക്ഷേത്രം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്, നശ്വരമാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഈ ക്ഷേത്രത്തെ അതിലിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആരറിയുന്നുവോ, അത് എങ്ങനെ കാണപ്പെടുന്നുവോ അതാണ് ആ ആള്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ ജീവാത്മാവ് ആരാണ്? പരമാത്മാവ് തന്നെ. പരമാത്മാവിന്റെ, ഭഗവാന്റെ തന്നെ അംശമല്ലേ ജീവാത്മാവ്? ഭഗവാൻ തന്നെ ശരീരം സ്വീകരിച്ചപ്പോൾ ജീവാത്മാവ് എന്ന പേര് കിട്ടി. പരമാത്മാവ് ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ജീവാത്മാവ് എന്നുള്ള പേര് കിട്ടും. അത്രയേ ഉള്ളൂ. പേര് പറയാതെ ക്ഷേത്രജ്ഞന്മാരെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ സാഖ്യയോഗ തത്വയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരമാത്മയ്ക്ക് ബോധം ഉളവാകത്തക്കവണ്ണം ക്ഷേത്രജ്ഞ വിഭാഗം സമഗ്രമായി പ്രതിപാദിക്കാനാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ ചെയ്യാൻ പോകുന്നത്. ആ വേർതിരിവാണ് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രമെന്ത്, ക്ഷേത്രജ്ഞനെന്ത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ് ഭഗവാൻ. അവയിലിരുന്നു കൊണ്ട് ജഡങ്ങളും, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വസ്തു, അതിലിരുന്നു കൊണ്ട് ആ വസ്തുവിനെ അറിയുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. മനസ്സിലായില്ലേ? അപ്പം സ്വയം തൻ്റെ ഉണ്മയും മറ്റുള്ളവരുടെ ഉണ്മയും അനുഭവിക്കുവാൻ കഴിവുള്ള വസ്തുവാണ് ചൈതന്യൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. യാതൊരു വിധമായ ഉണ്മയുടെ അനുഭവം ഇല്ലാത്ത വസ്തുവാണ് ജഡം. ജഡം എന്ന് പറഞ്ഞാല്, ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആൾ. ജഡം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ കഴിവില്ലാത്ത ആൾ, ഇല്ലേ? അതുകൊണ്ട് തന്നെ ചേതനൻ ഉണ്മയും ജഡം ഇല്ലായ്മയുമാണ്. ജഡത്തിന് ഉണ്മയുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ്? നമ്മുടെ തന്നെ ശരീരം നമുക്ക് തന്നെ ഒന്ന് ഭാവിച്ചു നോക്കാം. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ശരീരത്തിന് വല്ല അർത്ഥമുണ്ടോ, വല്ല ഗുണമുണ്ടോ, വല്ല അനക്കമുണ്ടോ, എന്തെങ്കിലും അറിയുന്നുണ്ടോ? അതാണ് ജഡം. അതുകൊണ്ടാണ് ജഡം എന്ന് പറയണത്. പക്ഷെ അതിനുള്ളിൽ ഈ ചൈതന്യം ഉണ്ടെങ്കിലോ എല്ലാം അറിയുന്ന ആളാവും, ഇല്ലേ? അതാണ് ഈ ചൈതന്യത്തിന്റെ, അതായത് ആ സത്യത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എല്ലാം ജഡമാണ്, എല്ലാം ജഡമായി തീരും. പ്രപഞ്ചത്തിന്റെ കണ്ണാണ് ഈ ചേതനൻ. ആ കണ്ണ് കാണുന്ന വെറും കാഴ്ചയാണ് ജഡം. അതുകൊണ്ട് തന്നെ ചേതനൻ സത്യവും ജഡം മിഥ്യയുമാണ്. കണ്ണില്ലെങ്കിൽ കാഴ്ച എവിടെ? കാഴ്ചയില്ലെങ്കിലും കണ്ണിനൊരു കോട്ടം തട്ടാനില്ല. ചേതനന് സർവത്ര ഒരു സ്വരൂപമേ ഉള്ളൂ, അതാണ് ബോധവം. അതാ ചിത്ത് എന്ന് പറയുന്നത്, സച്ചിദാനന്ദത്തിലെ ചിത്ത്. ജഡമാകട്ടെ സർവത്ര ഭിന്ന രൂപങ്ങളിലാണ് തെളിയുന്നത്. എല്ലാം ഭിന്നമാണ്. ലോകം മുഴുവൻ ജഡമാണ്. മനസ്സിലായില്ലേ? അപ്പോ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ചേതനനും പല രൂപങ്ങളുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും ചേതനനും പല രൂപം ഉണ്ടെന്നൊക്കെ. ഇപ്പൊ നമ്മൾ തന്നെ 10-12 പേര് ഇവിടെ ഇരിക്കുന്നു. നമ്മൾ 12 പേരും 12 തരത്തിലാണ്. പക്ഷേ 12 ജഡങ്ങൾ 12 തരത്തിലാണെങ്കിലും ആ ചേതനൻ ഒന്ന് തന്നെയാണ്. ആരെങ്കിലും പറയുന്നുണ്ട് എല്ലാം വ്യത്യസ്തമല്ലേ എന്ന് പറഞ്ഞാൽ
അത് തോന്നുന്നതാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. അതൊരു പ്രതിഫലനമാണ് എന്ന് അറിയണം. ബോധം യഥാർത്ഥത്തിൽ രൂപം മാറിയാൽ അനുഭവം അതോടെ നിലയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് അനുഭവ സ്ഥലങ്ങളിലൊന്നും ചേതനാസ്വരൂപമായ ബോധത്തിന് മാറ്റം വയ്യ. ഈ മാറ്റമില്ലാത്ത ചേതനന്റെ സ്ഥിതിയാണ് ആനന്ദം, സച്ചിദാനന്ദം. അതുകൊണ്ടാണ് ഭഗവാന് സച്ചിദാനന്ദ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ എന്ന് പറയുന്നത്. മാറ്റമേ ഇല്ല. ഉണ്മ, സത്ത് എന്ന് വെച്ചാൽ ഉണ്മ, ചിത്ത് എന്ന് വെച്ചാൽ ചൈതന്യം, ആനന്ദം. അവർക്കുണ്ടാവുന്ന അനുഭവം എന്താണ്? ആനന്ദം. അതാണ് സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയുന്നത്. കാരണം ഒരു മാറ്റവുമില്ല, എപ്പോഴും ഒരുപോലെ ഇരിക്കും. ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ദ്വൈതഭാവങ്ങളും ഒന്നുമില്ല ചൈതന്യത്തിന്. ചേതനൻ എന്ന് പറയുന്ന ഈ ചൈതന്യം ആത്മാവിന് യാതൊരു തരത്തിലുള്ള ഇങ്ങനെയുള്ള അനുഭവ വ്യത്യാസങ്ങളൊന്നുമില്ല, എപ്പോഴും ആനന്ദം മാത്രം. അതുകൊണ്ടാണ് ഭഗവാനെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. ജന്മജരാമരണങ്ങൾ എന്നുള്ള മാറ്റങ്ങളാണ് ദുഃഖങ്ങൾ. അവയൊക്കെ ജഡങ്ങളുടെ വൈകൃതങ്ങളാണ്. ജഡത്തിന് മാത്രമേ ഉള്ളൂ ജനനവും മരണവും എല്ലാം, ദുഃഖവും സുഖവും ഒക്കെ. അതുകൊണ്ട് വിവരണങ്ങൾ കൊണ്ട് തന്നെ ചേതന ജഡങ്ങളെ കുറിച്ച്, ക്ഷേത്രജ്ഞങ്ങളെ കുറിച്ച് നമുക്ക് പൊതുവായ ഒരു നിഗമനത്തിൽ എത്താം. ചേതനൻ സത്യവും ജഡം മായയുമാണ്. ചേതനൻ പ്രകാശവും ജഡം ഇരുട്ടുമാണ്. ചേതനൻ ജ്ഞാനവും ജഡം അജ്ഞാനവുമാണ്. ചേതനൻ ആനന്ദവും ജഡം ദുഃഖവുമാണ്. ചേതനൻ കണ്ണും ജഡം കാഴ്ചയുമാണ്. ചേതനൻ ആത്മാവും ജഡം ശരീരവുമാണ്. ചേതനൻ ഉണ്മയും ജഡം ഇല്ലായ്മയുമാണ്. ചേതനൻ വസ്തുവും ജഡം അവസ്തുവുമാണ്. ചേതനൻ ക്ഷേത്രജ്ഞനും ജഡം ക്ഷേത്രവുമാണ്. ജഡത്തിന് ഉള്ളിലിരിക്കുന്ന സത്യം എന്തോ അതിനെയാണ് നമ്മൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്ര സ്വരൂപം ഇങ്ങനെ വേർതിച്ച് അറിയുന്നതാണ്. ഇതിനെപ്പറ്റി നല്ല ബോധത്തോടുകൂടിയുള്ള അറിവുണ്ടെങ്കിൽ ക്ഷേത്രം വേറെ, ക്ഷേത്രജ്ഞൻ വേറെ. ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്നതാരോ അതാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള അറിവ് സുദൃഢമായിട്ട് ആർക്കുണ്ടോ അയാൾക്കാണ് ജ്ഞാനം ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്, ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. അല്ലയോ അർജുന, ഭാരത അർജുന, സർവ ക്ഷേത്രേഷു എല്ലാ ശരീരങ്ങളിലും, എല്ലാ ശരീരങ്ങളും വെച്ചാൽ മനുഷ്യ ശരീരം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ശരീരങ്ങളും, എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ ചരാചരങ്ങളിലും ക്ഷേത്രജ്ഞം ച അഭി അവയെ അറിഞ്ഞുകൊണ്ട് തന്നെ ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നതും മാം പരമാത്മാവായ ഞാൻ തന്നെ. അതായത് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ, അതിനുള്ളിൽ ചൈതന്യമായി വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു ഭഗവാൻ. വിദ്ധി എന്ന് നീ അറിയൂ. ക്ഷേത്രജ്ഞയോ, ക്ഷേത്രത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സ്വരൂപം ജ്ഞാനം വ്യക്തമായി അറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ മാത്രമാണ് എന്നുള്ള അറിവുണ്ടോ, ആ അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആർക്കാണോ ഭഗവാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ, ഭഗവാൻ മാത്രമാണ് സർവവും എന്നുള്ള അറിവുള്ളത്, ആ അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രജ്ഞനും അതിനെപ്പറ്റി തിരിച്ച് അറിഞ്ഞ് വ്യക്തമായ അറിവ് ആർക്കുണ്ടാകുന്നുവോ, സൂക്ഷ്മമായ അറിയുന്ന വ്യക്തിയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. എന്നെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ആൾ, അയാളെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എന്താണ്? ഭഗവാൻ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നു, സർവവ്യാപിയായി, സർവശക്തനായി, സർവജ്ഞനായി, സർവേശ്വരനായി, എല്ലാത്തിലും നിലകൊള്ളുന്ന ഒരേ ഒരു പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെ എല്ലാ ശരീരങ്ങളിലും ആത്മചൈതന്യമായി നിലകൊള്ളുന്നു. അത് മനസ്സിലാക്കുന്ന ആരുണ്ടോ അപ്പൊ പിന്നെ യാതൊരു ഭേദഭാവനകളും ഉണ്ടാവില്ലല്ലോ. ഭേദഭാവനകളൊന്നും അങ്ങനെ ഒരു ജ്ഞാനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജ്ഞാനികൾക്ക് ആരോടും വ്യത്യാസമില്ലാത്തത്. തജ്ഞാനം മതം മമ. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള വ്യക്തമായ ജ്ഞാനമാണ് സത്യജ്ഞാനം. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് അറിയുന്നതാണോ ആ ജ്ഞാനം?
സത്യാന്വേഷണത്തിൽ ഒരുമ്പെടുന്ന ഒരു ബുദ്ധിക്ക് പ്രാഥമികമായി വേർതിരിഞ്ഞു കിട്ടുന്ന ഘടകങ്ങളാണ് അവ. ഇവ രണ്ടിന്റെയും സ്വരൂപം വേർതിരിച്ചറിഞ്ഞ് ഇവയിൽ സത്യവും നിത്യവുമായ വസ്തു ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് ജ്ഞാനം. ക്ഷേത്രം പ്രത്യേകം, ക്ഷേത്രജ്ഞൻ പ്രത്യേകം. ക്ഷേത്രം ശരീരം, ജഡം, നശിക്കുന്നത്. ക്ഷേത്രജ്ഞൻ ചൈതന്യം, ഒരിക്കലും നശിക്കാത്തത്, ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അപ്പം അത് സത്യവും നിത്യവുമായ വസ്തു എന്ന് കണ്ടെത്തുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. രണ്ടെന്ന ബോധമുള്ളിടത്തോളം കാലം അത് രണ്ടും കൂടി സത്യമാവാൻ പറ്റില്ല. രണ്ടുമുണ്ടെന്ന് വന്നാൽ അവയ്ക്ക് രണ്ടിനും കൂടി ആശ്രയമായ മൂന്നാമതൊന്നിനെ തിരയേണ്ടി വരും. അത് തന്നെയാണ് ഓങ്കാരമായ പൊരുൾ എന്ന് പറഞ്ഞ് തുടങ്ങിയത് എഴുത്തച്ഛൻ. അതായത് മൂന്നാമതൊന്നില്ല, രണ്ടേ ഉള്ളൂ. രണ്ടായി നമ്മൾ കണ്ടുപോകുന്നതാണ്, ഒന്ന് തന്നെ ഉള്ളൂ. ഒന്നിനെ രണ്ടായി കാണുന്നു, അതാണ്. അപ്പം അങ്ങനെ മൂന്നാമതൊന്നിനെ കാണാനില്ലെങ്കിൽ കാണപ്പെടുന്ന രണ്ടിൽ ഏതോ ഒന്ന് വസ്തുസത്തയില്ലാത്ത വെറും കാഴ്ചയായിരിക്കും. അപ്പോൾ ക്ഷേത്രജ്ഞന്മാരിൽ ഏതാണ് സത്യം എന്നാണ് ഇവിടെ ചിന്താവിഷയം. രണ്ടും വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാണെന്ന് നാം കണ്ടല്ലോ. രണ്ടും വിരുദ്ധ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരം, ക്ഷേത്രം ജഡമാണ്, നിത്യമല്ല, അത് നശിച്ചു പോകുന്നതാണ്. ചൈതന്യം പിന്നെ ആത്മനാണ്, അത് നാശമില്ലാത്തതാണ്, ക്ഷേത്രജ്ഞൻ, അല്ലേ? അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ക്ഷേത്രനും ക്ഷേത്രജ്ഞനും ഒന്നിൽ നിന്നും മറ്റിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുക. രണ്ടും കൂടിക്കലരുന്നു എന്നും പറയാൻ വയ്യ. വിരുദ്ധ പദാർത്ഥങ്ങൾ എങ്ങനെ കൂടിക്കലരും? ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ ഉണ്ടാകുന്നു എന്ന് ആരും പറയുകയില്ല. അവയ്ക്ക് ഇരുട്ടും വെളിച്ചം ഒരുമിച്ച് നിൽക്കുവോ? ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചവും ഇരുട്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ രണ്ട് വസ്തുക്കളും ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, കൂടിക്കലരാൻ പറ്റില്ല. ഇരുട്ടും വെളിച്ചവും കൂടിക്കലരുന്നത് പോലെ തോന്നുന്നതാണോ? അത് വെറും ഭ്രമമാണ്. വെളിച്ചം വരുമ്പോൾ ഇല്ലാതാകുന്ന ഇരുട്ട് വെളിച്ചത്തോടെ എങ്ങനെയാണ് കൂടിക്കലരുക? സൂക്ഷിച്ചു നോക്കിയാൽ വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ് ഇരുട്ട്. വെളിച്ചത്തിന് ശക്തി കുറയുന്തോറും ഇരുട്ട് ഉണ്ടാകുന്നതായി തോന്നും. വെളിച്ചം തീരെ ഇല്ലാതെയായി വന്നാൽ കൂരിരുട്ട് ആവിർഭവിക്കും. പൂർണ്ണമായ വെളിച്ചം വന്നാൽ എങ്ങോട്ട് പോയി എന്നറിയാതെ ഇരുട്ട് മറഞ്ഞു പോകും. അതുകൊണ്ട് വെളിച്ചം വസ്തുവും ഇരുട്ട് വസ്തുവിന്റെ അഭാവത്തിലുണ്ടാകുന്ന തോന്നലുമാണ്. വെളിച്ചം എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ വസ്തു. ഇവിടെ ക്ഷേത്രജ്ഞനാണ് യഥാർത്ഥമായ വസ്തു. ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ഇരുട്ടാണ്, തോന്നൽ മാത്രമാണത്. മനസ്സിലായില്ലേ? ജഡത്തിൽ നിന്ന് ചേതനനോ ചേതനിൽ നിന്ന് ജഡമോ ഉണ്ടാവുക സാധ്യമല്ല. അവ അതുകൊണ്ട് തന്നെ കൂടിക്കലരാനും സാധ്യമല്ല. കൂടിക്കലർന്നത് പോലെ തോന്നുന്നതോ? ക്ഷേത്രത്തിലാണ് ക്ഷേത്രജ്ഞൻ ഇരിക്കുന്നത്, അപ്പൊ കൂടിക്കലർന്നു നമുക്ക് തോന്നിയില്ലേ? അങ്ങനെ തോന്നുന്നത് എന്താണ് എന്ന് ചോദിക്കും. അത് വെറും ഭ്രമമാണ്. ചേതനന്റെ പൂർണ്ണാനുഭവത്തിൽ എങ്ങുപോയി എന്നറിയാതെ ജഡം മറഞ്ഞു പോകുന്നു. ഭാരതീയരായ സത്യദർശികൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ബോധം തീരെ ഇല്ലാത്തിടത്താണ് ശുദ്ധജഡം. ചേതനന്റെ പൂർണ്ണാനുഭവത്തിൽ മങ്ങൾ തട്ടുമ്പോൾ ജഡം ഉണ്ടാകുന്നതായി തോന്നാൻ ഇടവരുന്നു. അതുകൊണ്ട് ചൈതന്യം വസ്തുവും ജഡം ചേതനന്റെ അപൂർണ അനുഭവത്തിലുണ്ടാകുന്ന വെറും തോന്നലുമാണ്. ഈ സ്ഥിതി സാക്ഷാത്കരിക്കാനുള്ള മാർഗം ജഡശരീരങ്ങളിൽ അപൂർണാനുഭവത്തോടെ വർദ്ധിക്കുന്ന ചേതനാംശങ്ങൾ അവയുടെ പൂർണ്ണാനുഭവത്തോടുകൂടി ഒരേ പരമാത്മാവ് തന്നെയാണ്. എന്താണ് അതിനെ അറിയാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർഗം? ഈ ചൈതന്യം അല്ലെങ്കിൽ ചേതനം എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. ഈ പരമാത്മാവ് തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത്. പക്ഷെ പൂർണ്ണമാണോ? പൂർണ്ണനായിട്ടല്ല കുടികൊള്ളുന്നത്, അപൂർണനായിട്ടാണ് എല്ലാ ശരീരങ്ങളിലും ഈ ഭഗവാൻ പരമാത്മാവ് കുടികൊള്ളുന്നത്. അപ്പം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന പരമാത്മാവിന്റെ അംശം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ അംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നമ്മൾ പറയണ്ടേ? ജീവാത്മാക്കളൊക്കെ ഭഗവാൻ തന്നെ നമ്മൾ പറയാത്ത എന്തുകൊണ്ടാണ്? ജീവാത്മാക്കളൊക്കെ അപൂർണമായിട്ടാണ് അതിനുള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ അനുഭവ രഹസ്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി വർത്തിക്കുന്നത് ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രജ്ഞന്റെ പൂർണ്ണാനുഭവത്തിൽ ക്ഷേത്രം കാനൽ ജലം എന്ന് വെച്ചാൽ മരുഭൂമിയിലെ കാനൽ ജലം, അതായത് മിറാഷ് പോലെ ക്ഷേത്രജ്ഞൽ ഉണ്ടാകുന്ന, അതായത് നമ്മൾ രാത്രിയിൽ കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ വാഴയില കണ്ട കള്ളൻ നിൽക്കുന്നത് പോലെ തോന്നുന്നത് പോലെ, സത്യം അറിയാത്തത് കൊണ്ട് ഇരുട്ടത്ത് തോന്നുന്ന അനുഭവങ്ങൾ. അപ്പൊ ഇരുട്ടെന്ന് പറയുന്ന അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ തോന്നുന്ന അനുഭവമാണ് നമ്മുടെ ശരീരമുണ്ടെന്നും നമുക്ക് ബന്ധുക്കളുണ്ടെന്നും നമ്മൾ വലിയ ശ്രേഷ്ഠരാണെന്നും ഇങ്ങനെയുള്ള ഈ ഭാവങ്ങളൊക്കെ നമുക്ക് തോന്നാനുള്ള കാരണം നമ്മുടെ ജഡരൂപത്തിലുള്ള അനുഭവം മാത്രമാണ്.
ജഡം ചേതനൻ എന്ന് രണ്ടായി നിലനിൽപ്പിനെ വിഭജിക്കാമെന്ന് കണ്ടു. ബോധസ്വരൂപമാണ് ചേതനൻ. അതുകൊണ്ട് ഏറെക്കുറെ ചേതനനെ വേർതിരിക്കാൻ പ്രയാസമില്ല. പക്ഷേ നിലനിൽപ്പിൽ ഒരുപാട് സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ വേറെ കാണുന്നുണ്ട്. ഇവയൊക്കെ ജഡമാണോ? ജഡത്തിന്റെ വ്യാപ്തി എത്രയുണ്ട്? അതുപോലെ ദേഹം പ്രതി ഭിന്നനായി കാണുന്നു. ഓരോ ദേഹത്തിൽ ക്ഷേത്രജ്ഞനാണ്, ഭഗവാനാണ്, പരമാത്മാവാണ്, ജീവാത്മാക്കളായി എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും പേര് തന്നെ ഒരുപോലെയാണോ ഇരിക്കുന്നത്? എല്ലാത്തിലും കൊടികൊള്ളുന്നത് ഒരേ പരമാത്മാവ് തന്നെയാണ്, ജീവാത്മാവായിട്ട്. പക്ഷെ നമ്മൾ 12 പേരും 12 തരത്തിലല്ലേ ഇരിക്കുന്നത്. അതാണ് പറയുന്നത്, ഓരോ ദേഹം പ്രതി അത് ഭിന്നമായിട്ട്, ഒരു കാക്കയെ കണ്ടാൽ, ഒരു പൂച്ചയെ കണ്ടാൽ, ഒരു പട്ടിയെ കണ്ടാൽ, അതിലൊക്കെ ഇരിക്കുന്ന ഈ ജീവാത്മാവ് ചൈതന്യം തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ശ്രീ സായിബാബ പറഞ്ഞ, ഒരു ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും ആർക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും ഞാൻ തന്നെയാണ് ഭക്ഷിക്കുന്നത്, ഞാൻ തന്നെയാണ് അവിടെ വന്നത് ചോദിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല്, ഈ എത്ര വ്യാപ്തി, എന്താണ് ക്ഷേത്രത്തിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ജഡത്തിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ എന്താണ് പരമാത്മാവിന്റെ വ്യാപ്തി എന്നുള്ളതാണ്. അപ്പൊ അതിനെല്ലാം കൂടെ ഭഗവാൻ വിചാരിച്ചു. ഇങ്ങനെ എല്ലാം അർജുനൻ ചോദിക്കുകയാണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് സ്വാമി എന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുകയാണ്, തക്ഷേത്രം യദശ്ചയത് സജയോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. തക്ഷേത്രം, ശരീരമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ക്ഷേത്രത്തിനെ, അല്ലെ? ശരീരമെന്ന് നമ്മൾ നേരത്തെ നിർവചിച്ച ക്ഷേത്രം. ഏത് സ്വരൂപത്തോടു കൂടിയാണ്? യാദൃക്ഷ, ഏത് സ്വഭാവത്തോടു കൂടിയാണ്? യദ്വികാരി, എന്തൊക്കെ മാറ്റം, വികാരം എന്ന് വെച്ചാൽ മാറ്റങ്ങൾ, എന്തൊക്കെ വികാരങ്ങളാണ് അതിലുണ്ടാവുന്നത്? യഥച്ച, ഏതിൽ നിന്നാണ് അത് ആവിർഭവിക്കുന്നത്? യത്ത്, എങ്ങനെ അതിനെ വേർതിരിക്കാൻ കഴിയും എന്നും. സച്ച, ആ ക്ഷേത്രജ്ഞൻ ആരാണ്? യത് പ്രഭാവ, അദ്ദേഹത്തിന്റെ കഴിവെന്താണ്, പ്രഭാവം എന്താണ്? അതെല്ലാം മേ, എന്നിൽ നിന്നും സമാധാനമായിട്ട്, സംക്ഷിപ്തമായിട്ടും വ്യക്തമായിട്ടും കേട്ടുകൊള്ളുക. അതായത് ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ എന്താണെന്ന് ഭഗവാൻ ഒന്ന് എടുത്തു പറയുകയാണ്. ശരീരമെന്ന് നേരത്തെ പ്രവചിച്ച ക്ഷേത്രം എന്താണ്? ഏത് സ്വരൂപത്തോടു കൂടിയാണ് ക്ഷേത്രം? ഏത് സ്വഭാവത്തോടു കൂടിയാണ് ക്ഷേത്രം? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ സംഭവിക്കുക? ഏതിൽ നിന്നാണ് ഈ ക്ഷേത്രം, അതായത് ശരീരം, ഉത്ഭവിക്കുന്നത്? എങ്ങനെയാണ് അതിനെ വേർതിരിക്കുവാൻ കഴിയുക? ആ ക്ഷേത്രജ്ഞൻ ആരാണ്? അദ്ദേഹത്തിന്റെ കഴിവെന്താണ്? ഇതെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ഭഗവാൻ. തത്സമാസേന മേ ശൃണു. ശൃണു വെച്ചാൽ കേൾക്ക്. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സൂക്ഷ്മമായി അറിയുന്നതിനാണ് ജ്ഞാനം. എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള പൂർണ്ണമായ നമ്മുടെ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് എല്ലാം ഒന്ന് തന്നെയാണെന്നും മായയാണെന്നും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുമൊക്കെയുള്ള അറിവ്, ഭഗവാൻ സർവവ്യാപിയാണെന്നും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അറിവാണ് ജ്ഞാനം. ബുദ്ധി തെളിയിക്കത്തക്കവണ്ണം, അപ്പം ബുദ്ധിക്ക് തെളിയിക്കത്തക്കവണ്ണം ഭഗവാൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ഞാൻ തന്നെ പറഞ്ഞു തരാം എന്നാണ് ഈ ശ്ലോകത്തിലെ പ്രതിജ്ഞ. താൻ നൽകാൻ പോകുന്ന വിവരണത്തിൽ ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം അടങ്ങിയിരുന്നതാണ്, ആരാണ്, എന്ത് സ്വഭാവമാണ്, എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനെല്ലാം ഉത്തരം ഞാൻ തരാൻ പോകുന്ന ഉത്തരങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന എല്ലാത്തിനും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. അത് പ്രത്യേകം നോക്കി അറിയേണ്ടതാണെന്നാണ് ഭഗവാൻ. അത് നിങ്ങൾ തന്നെ നമ്മൾ തന്നെ പഠിക്കണം. ഓരോന്നും ഭഗവാന്റെ അടുത്ത് ചോദിച്ചില്ലേ, എവിടുന്ന് വന്നു, എന്താണ് സ്വഭാവം, എന്താണ് സ്വരൂപം, എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ. അതിന്റെയൊക്കെ ഉത്തരം ഞാൻ പറയാം. അത് നിങ്ങൾ തന്നെ പ്രത്യേകം നോക്കി അറിയണം. സംഗ്രഹിച്ച് വ്യക്തമായി പറയാമെന്ന് പറഞ്ഞത് എന്താണ്? സത്യം കണ്ട ഋഷിമാർ, സംഗ്രഹിച്ച് പറയാമെന്നാ ഭഗവാൻ പറഞ്ഞു, വ്യക്തമായി ഒരുപാട് പ്രതിപാദിക്കുന്നില്ല. കാരണം എന്താണ്? സത്യമറിഞ്ഞ ഋഷിമാർ, ഒരുപാട് മഹർഷിമാര് വിസ്തരിച്ചതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിക്കണ്ട് പഠിക്കാനുള്ള സമയം ഇപ്പൊ അർജുനന് ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ പറയാണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ സംക്ഷിപ്തമായിട്ട് സംഗ്രഹിച്ച് പറഞ്ഞു തരാം. ഈ ക്ഷേത്രജ്ഞ രഹസ്യം, വേദമന്ത്രങ്ങളും ബ്രഹ്മസൂത്രങ്ങളും എല്ലാം, അതൊക്കെ ഈ ക്ഷേത്രജ്ഞ രഹസ്യത്തിന്റെ വിവരണങ്ങളാണ്. അത് എത്ര ഭംഗിയായിട്ട് മഹർഷിമാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാനിവിടെ വിവരിച്ച് പറയേണ്ട കാര്യമില്ല, നിനക്ക് പോയി നോക്കിയെടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ.
മനസ്സിലായി? അർജുനനോട് പറയുകയാണ്. അതുകൊണ്ട് ഞാനത് സംഗ്രഹിച്ച് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സംഗ്രഹം തരാം എന്നാണ് പറയുന്നത്. അത് വിസ്തരിച്ചു തുടങ്ങിയ അവസാനമില്ല. എത്രയോ മഹർഷികൾ എത്രയോ കാലം കൊണ്ട് എന്തെല്ലാമാണ്, എത്ര എത്ര ഭാഷ്യങ്ങളാണ് ഈ ലോകം നിറയെ അതിന്റെ ഭാഷ്യങ്ങളാണ്. അത് മുഴുവൻ ഇപ്പൊ പറയാൻ സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാനത് സംഗ്രഹിച്ച് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ഇഷിർ ബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈഃ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. ഋഷിഭി, സത്യം കണ്ട ആരാണ് ഋഷിമാരെന്ന് പറയണത്? വെറുതെ നടക്കുന്ന ആൾക്കാരെയല്ല, സത്യാന്വേഷണം ചെയ്ത് ഭഗവാനെ അറിഞ്ഞ ജ്ഞാനികളായ ഋഷിമാർ. അവര് സത്യം കണ്ടറിഞ്ഞവർ. ഗായത്രി തുടങ്ങിയ പലതരം ഛന്ദസ്സുകൾ, ഒരുപാട് ഛന്ദസ്സുകളുണ്ട്, മന്ത്രങ്ങൾ. അതുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള വേദമന്ത്രങ്ങൾ കൊണ്ടും യുക്തിവിചാരത്തോടുകൂടി സംശയരഹിതമായി വസ്തുതൃതി വെളിപ്പെടുത്തി തന്ന ബ്രഹ്മസൂത്ര പദങ്ങൾ കൊണ്ടും പല പ്രകാരത്തിൽ ക്ഷേത്രമെന്ത്, ക്ഷേത്രജ്ഞനെന്ത്, ജഡമെന്ത്, ചൈതന്യമെന്ത് എന്ന് അതിന്റെ രഹസ്യം എന്താണെന്ന് വളരെ നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഋഷിർ ബഹുധാ ഗീതം, ഒരുപാട് ഗീതം, ഒരുപാട് തരത്തിൽ ഋഷികൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സത്യം കണ്ട ഋഷിമാർ നിലനിൽപ്പിനെ ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും രണ്ടായി വേർതിരിച്ച് പണ്ടേ തന്നെ വേണ്ട പോലെ വിവരിച്ചിട്ടുണ്ട്. വേദമന്ത്രങ്ങളാണ് ആദ്യമായി ഇക്കാര്യം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചോളൂ. ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് അർജുനോട് പറയുകയാണ് സനാതനധർമ്മം അപ്പൊ എപ്പൊ തുടങ്ങി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? സനാതനധർമ്മത്തിന് എവിടെയാണ് ആദ്യം ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഭഗവാൻ തന്നെ പറയുകയാണ് എത്രയോ കാലം കൊണ്ട് ഋഷിപ്രോക്തങ്ങളാണ്. ഋഷിപ്രോക്തങ്ങളായ വേദമന്ത്രങ്ങളും ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ പ്രമുഖന്മാരായ മുനിമാർ. കണ്വൻ, വിശ്വാമിത്രൻ, വസിഷ്ഠൻ, യാജ്ഞവൽക്യൻ, ഉദ്ദാലകൻ തുടങ്ങിയ ഋഷിമാരാണ് വേദമന്ത്രങ്ങളുടെ പ്രണേതാക്കൾ. വിശ്വാമിത്രനാണല്ലോ, അദ്ദേഹത്തിനാണല്ലോ ഗായത്രി തെളിവായി വന്നത്. ഇങ്ങനെ ഗായത്രി, മധു, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ് തുടങ്ങിയ ഛന്ദസ്സുകളിൽ അനുഷ്ഠിക്കപ്പെട്ടവയാണ് വേദമന്ത്രങ്ങൾ. നമ്മൾ ഓരോ ഇപ്പൊ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ എടുക്കുമ്പം അനുഷ്ടുപ് ഛന്ദഹ ഛന്ദഹ എന്നൊക്കെ പറഞ്ഞ കുത്തി കാണുന്നില്ലേ മന്ത്രത്തിന്റെ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ്? അത് ആരാണ് അതിന്റെ അധികാരി, ആരാണ് അത് കണ്ടുപിടിച്ചത്, അതാണ് അതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ഗായത്രിയിലൊക്കെ എല്ലാത്തിലും. അതുകൊണ്ട് പിന്നെ വേദമന്ത്രങ്ങൾ, അതുകൊണ്ടാണ് മന്ത്രങ്ങളെ ഛന്ദസ്സുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? മധു, ഗായത്രി, അനുഷ്ടുപ്പ്, തിഷ്ടുപ്പ് തുടങ്ങിയ ഛന്ദസ്സുകൾ, അതായത് നമ്മളുടെ ഗ്രാമർ പോലെ ഛന്ദസ്സുകൾ. അതിന് അക്ഷരങ്ങൾക്കൊക്കെ നിയമമുണ്ട്, അക്ഷരങ്ങൾക്ക് നിയമമുണ്ട്. ഓരോരോ അക്ഷരത്തിന് ഓരോ ശബ്ദമുണ്ട്. ഗായത്രി മന്ത്രത്തിലൊക്കെ 24 അക്ഷരം, ഓരോ അക്ഷരത്തിനും ഓരോ ശബ്ദം, ഓരോ നീട്ട് കുറുക്ക്, ഓരോ നീട്ടിലും കുറുക്കിലും ഒക്കെ ഓരോ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഛന്ദസ്സുകൾ രചിക്കപ്പെട്ടവയാണ് വേദമന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വേദമന്ത്രങ്ങളെല്ലാം ഛന്ദസ്സുകൾ എന്ന് വിളിക്കുന്നത്. ചന്ദ എന്ന ശബ്ദം വേദപര്യായമായും ഉപയോഗിക്കാറുണ്ട്. ചന്ദ എന്ന് വെച്ചാൽ ചന്ദ്രന്റെ ചന്ദ, ആ ഇന്താണ്. വിവിധങ്ങളായ വേദാന്ത ഭാഗങ്ങളെല്ലാം ക്രമപ്പെടുത്തി യുക്തിയുക്തമാവണ്ണം അല്പപദങ്ങളായ സൂത്രവാക്യങ്ങൾ കൊണ്ട് തത്വനിർണയം ചെയ്ത ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. അപ്പൊ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ ഇതില് ബ്രഹ്മസൂത്രം വ്യാസഭഗവാൻ രചിച്ചിട്ടുള്ള ബ്രഹ്മസൂത്രമാണ് ഇതെന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്നു. വ്യാസഭഗവാനാണ് ബ്രഹ്മസൂത്രം രചിച്ചത്. അതിനാണ് 15 വയസ്സുള്ള ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് ഭാഷ്യം ഉണ്ടാക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഭാഷ്യം ഉണ്ടാകുന്നത്? കാരണം ഇപ്പൊ ഭഗവാന്റെ ഭഗവത്ഗീതയ്ക്ക് തന്നെ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാഷ്യങ്ങളാണുള്ളത്. എന്തുകൊണ്ടാണ്? ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ ജ്ഞാനത്തിനനുസരിച്ച്, കഴിവിനനുസരിച്ച്, അവരുടെ ജ്ഞാനത്തിനും അവരുടെ വെളിച്ചത്തിനും അനുസരിച്ച് അവർക്ക് തെളിയുന്നതാണ് ഓരോരോ ഭാഷ്യങ്ങൾ. അപ്പൊ നമ്മള് ഋഷിഭിൽ ബഹുധാഗീതം ഛന്ദോഭിൽ വിധ ഇതിങ്ങനെ പറയുന്നതിനെ 100,000 തട്ടത്തിൽ വേറെ ആൾക്കാർക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഓരോ നാമത്തിനും എത്രയോ ഭാഷ്യങ്ങളാണ് കൊടുക്കുന്നത്. സൗന്ദര്യലഹരിയിലെ ദേവിയുടെ ഓരോ ശ്ലോകത്തിനും എത്ര തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണുള്ളത്. അപ്പൊ അത് നമുക്ക് എണ്ണി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ പറ്റാത്തത്ര വിധം ഈ ബ്രഹ്മസൂത്രത്തിനും. എന്നാൽ ബ്രഹ്മസൂത്രത്തിൽ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ വ്യാസദേവൻ? ഓരോന്നിനെയും ഛന്ദസ്സായിട്ട്, ഓരോരോ മന്ത്രമായിട്ട്, ചെറിയ ചെറിയ വാക്കുകൾ
ചെറിയ ചെറിയ ഷോർട്ട് ഫോംസ്, മനസ്സിലായില്ലേ? ഷോർട്ട് ഫോംസ് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കെമിസ്ട്രിയില് H2O എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടർ എന്ന് എഴുതുന്നതിന് പകരം H2O എന്ന് എഴുതിയാൽ മതി ഇല്ലേ? അപ്പൊ അതുപോലെ സൂത്രവാക്യങ്ങളാണ് ബ്രഹ്മസൂത്രം മുഴുവൻ. അതുകൊണ്ടാണ് സൂത്രം എന്ന പേര് ആ പുസ്തകത്തിന് തന്നെ വന്നത്. ബ്രഹ്മസൂത്രം എന്നുള്ള പേര് വന്നത് ബ്രഹ്മനെ പറ്റിയുള്ള, പരബ്രഹ്മനെ പറ്റിയുള്ള സൂത്രവാക്യങ്ങളാണ് ബ്രഹ്മസൂത്രം എന്ന കൃതിയിൽ അടങ്ങിയിരിക്കുന്നത്. വ്യാസദേവൻ രചിച്ചു വെച്ചിരിക്കുന്നത്. അതിനാണ് ശങ്കരാചാര്യ സ്വാമികൾ മുതൽ എത്രയോ മുനിമാരും മഹർഷിമാരും ഒരുപാട് ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അഥാതോ ബ്രഹ്മ ജിജ്ഞാസ, ഇനി അതുകൊണ്ട് ബ്രഹ്മത്തെ തിരയാം. ജന്മാദ്യസ്യ യഥ, ഭഗവാൻ ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഭാഗവതത്തിൽ പറയുന്നില്ലേ, സംഭവിക്കുന്നു, അതാണ് ബ്രഹ്മം എന്നിങ്ങനെ പോകുന്നവയാണ് ബ്രഹ്മസൂത്ര പദങ്ങൾ. അതായത് ഇങ്ങനെയൊക്കെ പറയൂ, അഥാതോ ബ്രഹ്മ ജിജ്ഞാസ, അതേ വ്യാഖ്യാനിക്കണം. ജന്മാദ്യസ്യ യഥ, ആ ഒരു ലൈൻ അങ്ങനെ വ്യാഖ്യാനിക്കണം. ഭാഗവതം ആചാര്യന്മാരൊക്കെ എത്ര തരത്തിലാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ബ്രഹ്മസൂത്ര പദങ്ങൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഗീത, ഇവ മൂന്നും ചേർന്നതാണ് വേദാന്ത ശാസ്ത്രത്തിലെ പ്രസ്ഥാനത്രയം. അപ്പൊ ഹിന്ദുക്കളുടെ പുസ്തകം എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീത എന്നോ ഉപനിഷത്തെന്നോ വേദമെന്നോ മാത്രം പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല. ശരിക്കും നമ്മൾ പറയേണ്ട എന്താണ്? പ്രസ്ഥാനത്രയം. പ്രസ്ഥാനത്രയമാണ് ഹിന്ദുക്കളുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥശേഖരം. എന്താണ് അതിലുള്ളത്? ബ്രഹ്മസൂത്രമുണ്ട്. ബ്രഹ്മസൂത്രം മുഴുവൻ സൂത്രവാക്യങ്ങളാണ്. അത് തന്നെ 100,000 പുസ്തകങ്ങളാകാം. അതുകൊണ്ടാണ് എന്നാൽ ആരോ പറഞ്ഞല്ലോ, ചോദിച്ചപ്പം പിന്നെ ഹിന്ദുക്കളുടെ ഒരു പുസ്തകത്തിന്റെ പിന്നെ ബൈബിൾ ഉണ്ട് ക്രിസ്ത്യൻസിന്, ഖുറാൻ ഉണ്ട് മുസ്ലിംസിന്, ഹിന്ദുക്കൾക്ക് എന്ത് പുസ്തകമുണ്ട്? അപ്പം ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകമല്ല, ഒരു ലൈബ്രറി തന്നെയാണുള്ളത്. മഹാബൃഹത്തായ ഒരു ലൈബ്രറിയാണ് ഹിന്ദുക്കളുടെ പുസ്തകങ്ങൾ. അതിനെ ഒന്നായിട്ട് പേര് പറയാൻ പറ്റില്ല. പിന്നെയും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞോളൂ. പ്രസ്ഥാനത്രയത്തില് ബ്രഹ്മസൂത്രം, സൂത്രവാക്യങ്ങൾ അടങ്ങിയ ബ്രഹ്മസൂത്രം, ആ സൂത്രവാക്യങ്ങൾ തന്നെ എത്ര, അതിന്റെ ഭാഷ്യങ്ങൾ തന്നെ എത്ര. പിന്നെ ഉപനിഷത്ത്, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങൾ, 1008 വേദങ്ങൾ ഉണ്ടായിരുന്നു. ആ വേദങ്ങളെ കാച്ചിക്കുറുക്കിയ വേദാന്തമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്ത് തന്നെ ഇപ്പൊ 108 10 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 108 മറ്റും ഉണ്ടായിരുന്നു, 1008 ഉണ്ടായിരുന്നു, 108 കിട്ടി. അതിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ളത് 10-18 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഉപനിഷത്ത്, വേദസാരം, വേദാന്തമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. പിന്നെ ഭഗവത്ഗീത എന്താണ്? ഈ വേദങ്ങളെ ഉപനിഷത്തെയും കാച്ചിക്കുറുക്കി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഭഗവത്ഗീതയാണ്, ഭഗവാന്റെ പാട്ടാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഈ 3 പുസ്തകങ്ങളും കൂടെ ഒരുമിച്ചിട്ടാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. അപ്പൊ ഗീതാകാരന് വേദങ്ങളെയും ബ്രഹ്മസൂത്രത്തെയും മാത്രമേ ഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പണ്ടേ തന്നെ വേണ്ടവണ്ണം പ്രതിപാദിക്കപ്പെട്ടുള്ള ക്ഷേത്രജ്ഞ രഹസ്യം ഞാൻ നിനക്ക് സംക്ഷിപ്തമായും വ്യക്തമായും പറഞ്ഞു തരാമെന്നാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഭഗവാൻ ഇപ്പൊ ഇവിടെ ബ്രഹ്മസൂത്രമൊന്നും തൊടുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ ബ്രഹ്മസൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പകരം ഭഗവാൻ പറയുന്നു, ഞാൻ ക്ഷേത്രജ്ഞ രഹസ്യം നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എങ്ങനെ? ഉപനിഷത്തുകളിലൂടെ. ഉപനിഷത്തുകളുടെയും പിന്നെ ഭഗവത്ഗീതയിലെ ഉപനിഷത്തിനെ കാച്ചിക്കുറുക്കി എടുത്തിട്ടുള്ള എല്ലാ വേദങ്ങളുടെ അർത്ഥങ്ങളെ കാച്ചിക്കുറുക്കിയാണ് ഭഗവത്ഗീത ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ അർജുനനോട് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ് അടുത്ത ദിവസം എടുക്കാം. ഒരു നിമിതയ്ക്ക്, നമ്മുടെ ഹോസ്റ്റ് നിമിതയ്ക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ഇനി ക്ലാസ് ഇല്ല, ഇനി അടുത്ത ആഴ്ചയുള്ളൂ കേട്ടോ. അപ്പൊ ബുധനാഴ്ചയും ക്ലാസ് ഇല്ല, വെള്ളിയാഴ്ചയും ക്ലാസ് ഇല്ല. അവള് വരുമ്പോ 6-ാം തീയതിയൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം ഗുരോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.